ഓക്കെ ഗൈസ്, ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞിട്ട് തുടങ്ങാം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഈ വർഷം ഒരു അടിപൊളി വർഷമായിട്ട് എന്ന് ആശംസിക്കുകയാണ്. എൻ്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എന്തെങ്കിലും ന്യൂ ഇയർ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പരിപാടി ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്യണമെന്ന്. അപ്പം ഞാനിപ്പം ട്രേഡിംഗ് ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് യൂട്യൂബ് വീഡിയോ ഇടുന്നത് ഇഷ്ടമാണ്. അപ്പം ഒരുപാട് സമയം ഞാൻ വേസ്റ്റാക്കി കളഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചപ്പം എല്ലാ ദിവസവും യൂട്യൂബിൽ ഒരു കണ്ടൻറ്റ് വെച്ചിടണം, അതെന്നുണ്ടെങ്കിൽ റിയാക്ഷൻ കണ്ടൻറ്റ് ചെയ്യണം എന്നൊരാഗ്രഹം. എത്ര ദിവസം ഈ വർഷം മൊത്തം എനിക്ക് കണ്ടിന്യൂസ് ആയിരുന്നു. ഈ വർഷം എന്നല്ല, ഇനിയുള്ള കാലം മൊത്തം യൂട്യൂബ് വീഡിയോ ഉണ്ടെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അറിഞ്ഞുകൂടാ, നടന്നാൽ നല്ലതായിരിക്കും. നമ്മൾ ന്യൂ ഇയർ ആയിട്ട് ഒരു റെസൊല്യൂഷൻ പരിപാടിയൊക്കെ എടുക്കത്തില്ലേ, എല്ലാ ദിവസവും ഒരു കണ്ടൻറ്റ് വെച്ച് ഇടുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ എന്ത് പറയുന്നത്, ഞാനൊരു 3-4 വർഷം കൊണ്ട് യൂട്യൂബ് ചാനൽ പരിപാടിയൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും എനിക്കിത് കോൺസെൻട്രേറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ അതിനെ ഫോളോ അപ്പ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇനിയെങ്കിലും ഈ വർഷമെങ്കിലും ഒന്ന് കിടിലമാക്കണമെന്നൊരാഗ്രഹം. അപ്പം ജസ്റ്റ് ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ഒന്നുമല്ല, ജസ്റ്റ് ഇന്നെന്തിരണം എന്നറിയാത്തപ്പം അത് തന്നെ പ്രിപ്പയർ അല്ലാത്തതുകൊണ്ട് ഇന്നെടുത്ത തീരുമാനമാണ്. അപ്പം അത് ജസ്റ്റ് തുടങ്ങി വെച്ചേക്കാം എന്ന് കരുതി എടുക്കുന്നൊരു വീഡിയോ ആണ്. റിയാക്ഷൻ വീഡിയോസ് അങ്ങനത്തെ കണ്ടൻറ്റുകളൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ഈ ചാനലിൽ വരുന്നത്. ഞാൻ ഈ ചാനലിൽ അങ്ങനെ ആരുടെയൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനോ മറ്റൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. എനിക്ക് 2-3 ചാനലുണ്ട്. പക്ഷേ എങ്കിലും ഈ ചാനൽ കാണാം, ഇത് ഞാനായിട്ടുള്ള ഒരു ചാനലാണ്. കാരണം അഭിനയിക്കാതെ എൻ്റെ ഞാൻ റിയലി എങ്ങനെയാണ് ആ സംഭവം മാത്രം എക്സ്പോസ് ചെയ്യുന്നൊരു ചാനലാണ്. ഞാൻ ആടിക്കില്ല സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് നിർബന്ധിക്കുന്നതിനാണ്. എന്നെ ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രമേ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റത്തുള്ളൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്, അഹങ്കാരം കൊണ്ടോ അങ്ങനെയൊന്നും ആരും അങ്ങനെ വിചാരിക്കുക. ഞാൻ അങ്ങനെ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, ഉദ്ദേശിച്ചിട്ടില്ല. പക്ഷേ ഇനി മുതൽ വീഡിയോസൊക്കെ ഇടണം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ കിട്ടണം എന്നുണ്ട് ഈ വീഡിയോ ഒക്കെ ചെയ്യാൻ നേരത്തെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ചെയ്യണം, ആ ഒരു സംഭവം മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വലിയ റീച്ച് ആവുമെന്നോ അതുകൊണ്ട് റീച്ച് ആവണമെന്നുള്ള ആഗ്രഹം നിലവിൽ ഇപ്പം എനിക്കില്ല. പണ്ടുണ്ടായിരുന്നു ആഗ്രഹം. അങ്ങനെ യൂട്യൂബ് ഒരുപാട് വീഡിയോസും പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ചാനൽ ഒരു IVP വ്ളോഗ്സ് എന്നായിരുന്നു. പിന്നെ അതൊക്കെ അങ്ങ് മാറി. പിന്നെ അത് നടന്നില്ല, എന്തോ വീട്ടിൽ സപ്പോർട്ടില്ലായിരുന്നു. പിന്നെ പെൻ്റലി ഞാൻ ആ സമയത്ത് ഡൗൺ ആയിരുന്നു. പിന്നെ അതുപോലൊക്കെ എന്ത് പറഞ്ഞ പോലെ ഒരു സ്റ്റെബിലിറ്റി, ഇപ്പോഴും വലിയ സ്റ്റേബിളൊന്നുമല്ല, പക്ഷേ എങ്കിലും സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കംഫർട്ട് സോണിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. അപ്പോൾ എനിക്കിപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു ന്യൂ ഇയർ ആയിട്ട് നിങ്ങളും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എന്ത് പറയുന്നത് തുടങ്ങാനായിട്ട് ഇരിക്കണമെന്നുണ്ടെങ്കിൽ തുടങ്ങുക. ഞാനും പ്രീ പ്ലാൻഡ് ഒന്നുമല്ല, പെട്ടെന്ന് ഇരുന്നപ്പം പ്രൊഡക്റ്റീവ് ആക്കണം. എനിക്ക് എൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ അതാണ്, പ്രൊഡക്റ്റീവ് ആക്കണം. എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്യണം, എന്നിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിൻ്റെ പുറത്ത് മാത്രം തുടങ്ങുന്നതാണ്. എല്ലായിടയ്ക്കും പറയുന്നത്, നിങ്ങളും താല്പര്യമുള്ള നിങ്ങൾക്ക് ഇഷ്ടമുള്ള മേഖലയിലോട്ട് വരിക, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നിങ്ങൾ കിടിലമായിട്ട് ചെയ്യുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ ന്യൂ ഇയർ എല്ലാവർക്കും അടിപൊളിയാവട്ടെ.